അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ ബലൂണും സിമെൻറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ബഡ്സ് ഏതാണോ നമുക്ക് കിട്ടുന്നത് അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കിടിലൊരു പോട്ടാണ് അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ആയിട്ട് തരണം. ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ വയ്ക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കാം. ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി, മാക്രോ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള പോസ്റ്റുകളായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബലൂൺ കൊണ്ടാട്ടോ നമ്മൾ പോട്ടുണ്ടാക്കാൻ പോണത്. ഈ ഒരു ബലൂൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഈ ടോയ് കുരങ്ങ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബലൂണാണ് കേട്ടോ ഇത് വായ കൊണ്ട് ഊതി വീർപ്പിക്കുക എന്നുള്ളത് വെറും ഒരു വ്യാമോഹമാണ്. നമ്മൾ വീർപ്പിക്കണമെന്ന് പറഞ്ഞാൽ സൈക്കിളിന് അടിക്കുന്ന ആ ഒരു പമ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ വീർപ്പിച്ചെടുത്തത്. എത്രത്തോളം വീർപ്പിക്കുക എന്നുള്ളത് അത് നമ്മളെ പോട്ട് എത്ര വലുപ്പം വേണമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ മറ്റൊരു അറ്റം കെട്ടിയിട്ട് ഈ ബാക്കി കാണണമെന്ന് പറഞ്ഞാൽ ഇനി വീർക്കാൻ ബാക്കിയുള്ളതാട്ടാ. അങ്ങനെ ഈ രണ്ടും കൂടെ കൂട്ടി കെട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളെ ബലൂണാണ്, നമ്മൾ പണ്ട് കുറേ ഇതേപോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നൊസ്റ്റാൾജിയാണ്. അങ്ങനെ ബലൂണിൻ്റെ ഈ ഒരു രണ്ട് അറ്റങ്ങൾ തമ്മിൽ നമ്മളങ്ങ് കൂട്ടിക്കെട്ടാണ്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ കൂട്ടിക്കെട്ടി കണ്ടാ. പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് ബലൂണാണ്, അകത്ത് കാറ്റാണ്, പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്ത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് മാസ്കിംഗ് ടൈപ്പ് ഒട്ടിക്കാട്ടാ. മാസ്കിംഗ് ടൈപ്പൊക്കെ ഒരു പ്രാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറിച്ചെടുത്ത ബലൂണ് പൊട്ടും. അതുകൊണ്ട് തന്നെ പതുക്കെ ശ്രദ്ധിച്ച് ഒട്ടിക്കുക. ബലൂണാണ് നമ്മളെ കയ്യിലുള്ളത്, അകത്ത് കാറ്റാണെന്നുള്ള ആ ഒരു ഇത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ ഫെവിക്കോള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ നമ്മൾ നന്നായി കലക്കിയെടുക്കുക. അതായത് 1:2 എന്നുള്ളതിൽ കലക്കിയെടുത്താൽ മതി. ഇത് നമ്മുടെ സ്ഥിരം പോരാളിയാണ്, വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഏരിയ കേട്ടോ, നമ്മളിപ്പോൾ അധിക വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ടിഷ്യൂ പേപ്പർ. സാധാരണ ഒരു ടിഷ്യൂ പേപ്പർ, ഇത് ഏത് ടിഷ്യൂ പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ബലൂണിൽ ഈ ടിഷ്യൂ പേപ്പർ അങ്ങ് ഒട്ടിക്കാൻ പോവാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് ചേർക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. ബലൂണിൽ എല്ലാ ഭാഗത്തും നമ്മൾ നല്ല വൃത്തിയായി അങ്ങ് ഒട്ടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. ടിഷ്യൂ പേപ്പർ തന്നെ ഒട്ടിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ ഒട്ടിച്ചാലും മതി. നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒട്ടിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ നന്നായി ഒട്ടിച്ച് ഉണങ്ങിയതിന് ശേഷം അടുത്തൊരു ലെയർ നമ്മൾ ന്യൂസ് പേപ്പറാണ് ഒട്ടിച്ചുള്ളത്. അങ്ങനെ ഈ ന്യൂസ് പേപ്പറും കൂടി ഒട്ടിച്ചത് നന്നായി ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ മാസ്കിംഗ് ടൈപ്പിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു റൗണ്ടും അതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ ഇങ്ങനെ ഒരു കുഴലെടുത്തിട്ട് ഇട്ടാൽ ഇത് മാത്രം മതി ഈ ഒരു പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് കാർഡ്ബോർഡിൻ്റെ നമുക്ക് പല സംഭവങ്ങളും ഇതിൽ റോൾ ചെയ്തിട്ട് വരും. നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ അതുപോലുള്ള ഏതെങ്കിലും ഒരു റോൾ എടുത്താൽ മതി. അങ്ങനെ ഈ ഒരു മൂന്നും കൂടെ നമ്മളിഞ്ഞ് ഒന്നാക്കി ചേർക്കണം. കഴിഞ്ഞ് ഇതേപോലെ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ കുഴൽ മുകൾ ഭാഗത്ത് ചെരിയാതെ വളയാതെ നന്നായിട്ടൊന്ന് നമുക്ക് ചുറ്റിപ്പിടിപ്പിക്കണം. നമ്മൾ മാസ്കിംഗ് ടൈപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ വെച്ചിട്ട് ഇതേപോലെ ഫെവിക്കോൾ കൊണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ഒട്ടിച്ച് ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 2-3 ലെയർ നമ്മൾ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ച് അത് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇനി അടുത്ത പണിയുള്ളത്. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാപ്പിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ബേസായിട്ട് അല്ലെങ്കിൽ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ പിടിപ്പിക്കണം. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാസ്കിംഗ് ടൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഇതേപോലെ അടിഭാഗത്ത് ചേരിയാതെ വളയാതെ തന്നെ പിടിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പോട്ട് മറഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇതേപോലെ കറക്റ്റ് നടുഭാഗത്തായി അത് ബാലൻസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ചെയ്തത്. ഒന്നുമില്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് ബലൂണിലായിട്ട് ബലൂൺ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റാണ്. നല്ല ബ്രാൻഡിൻ്റെ വൈറ്റ് സിമെൻറ്റിന് പോലും കിലോക്ക് ഒരു 25 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് നമ്മൾ കലക്കിയെടുക്കട്ടോ. ഈ ഒരു രൂപത്തിൽ കലക്കിയെടുക്കുകയാണ്. ഈ കലക്കിയെടുത്തത് നമ്മൾ ആദ്യത്തെ ഒരു ലെയറായിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക ചെയ്യണത്. ആദ്യത്തെ ലെയർ അങ്ങനെ കട്ടിയൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള തന്നെ അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഇതേപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ അതൊന്നും ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തൊരു ലെയർ കൂടെ ഇതേപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. കണ്ടാ, ഇപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ ഷേപ്പ് ഏകദേശം വന്നു. ഇപ്പോഴും അതിനകത്ത് ബലൂൺ തന്നെയാണെന്നുള്ള ഒരു ചെറിയ ഒരു ഇത് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അങ്ങനെ ബലത്തിലൊന്നും കയറി പിടിക്കരുത്. അകത്തുള്ളത് ബലൂൺ, അതിൻ്റെ പുറത്ത് പേപ്പർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ഈ തേച്ച് പിടിപ്പിക്കുന്ന സിമെൻറ്റ് ഉണങ്ങി കഴിയണ വരെ നമ്മുടെ മനസ്സിലത് ഉണ്ടാവണം. അങ്ങനെ ഇപ്പോൾ നന്നായി ഉണങ്ങിയിട്ട് കിട്ടാം. ഇത് സിമെൻറ്റ് മാത്രമല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തായാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. സിമെൻറ്റ് അടങ്ങുന്നൂടെ ഉറപ്പ് കൂടും. അങ്ങനെ ഉണ്ടാക്കി നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കറിയാം അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല, കുറേ കുഴികളുണ്ട്, അതുപോലെ തന്നെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിക്കണം. സാൻഡ് പേപ്പർ ഏത് ഗ്രേഡായാലും കുഴപ്പമില്ല, നമുക്ക് വരുത്തുമ്പോൾ മനസ്സിലാവും ഇത് പോരാ എന്നൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ നല്ല അത്യാവശ്യം ഹാർഡായിട്ടുള്ള സാൻഡ് പേപ്പറിനെ എടുത്തിട്ട്
നമ്മളിതിൽ ബാക്കി വരുന്നതൊക്കെ ഇതേപോലെ ചുരണ്ടി കളയാണ്. കുറച്ച് സമയമെടുക്കും, പിന്നെ കുറച്ച് പതുക്കെ ചെയ്താലും മതി. കാരണം ഇത് സിമെൻറ്റാണ്, അകത്ത് ഉള്ളത് ബലൂണായിരുന്നു. പക്ഷേ സിമെൻറ്റ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 2ാമത്തെ ദിവസം ഉണ്ടത് സിമെൻറ്റ് ഉണങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ആയിരുന്നു തേച്ച് പിടിപ്പിച്ചെങ്കിൽ ഇന്നാണ് സിമെൻറ്റ് നമ്മൾ ഇതേപോലെ ഒരുതി കളയണത്. അങ്ങനെ നമുക്ക് പറ്റുന്ന തരത്തിലൊക്കെ അതങ്ങോട്ട് ഒരുതി കളഞ്ഞ് ഇതേപോലെ നമ്മൾ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതേപോലെ വൈറ്റ് കളർ മതിയെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു പ്രൈമർ കൂടി അടിച്ചു കൊടുത്താൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് അങ്ങനെ ഒരുതി ഷേപ്പാക്കാൻ ഏറ്റവും നല്ലത് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്. അത് ഇത്ര ഹാർഡായിരിക്കില്ലല്ലോ, ഇത് സിമെൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളത് ഒരുതി വൃത്തിയാക്കിയിട്ടിടാം. ഇത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കങ്ങ് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന കുറച്ച് ഇറഗുലാരിറ്റി കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊരു മെത്തേഡ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മറ്റൊന്നുമില്ല, നമ്മുടെ സ്ഥിരം പോരാളിയായിട്ടുള്ള വൈറ്റ് ഗ്ലൂ, അതായത് ഫെവിക്കോള് വീണ്ടും നമ്മൾ 1:2 അങ്ങ് കലക്കിയെടുക്കാട്ടാണ് ചെയ്യണത്. പിന്നെ വേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിരം ബലിയാടായിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പോട്ടിൽ നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഈ ഒരു നമ്മുടെ വൈറ്റ് ഗ്ലൂ, അതായത് ഫെവിക്കോള് വെള്ളത്തിൽ കലക്കിയത് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. മറ്റൊന്നിനുമില്ല, ഈ തേച്ച് പിടിപ്പിച്ച ഫെവിക്കോളിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലെ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച പതിഞ്ഞു പോണ കല്യാണ വീട്ടിലും ഹോട്ടലിലും ഉണ്ടാവണം ഈ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ നമ്മൾ ഒട്ടിച്ച് ചേർക്കുകയാണ്. സാധാരണ നമ്മൾ എന്തൊട്ടിക്കുമ്പോഴും പറയാറ് ചുളിവ് വരാതെ നോക്കാനാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒട്ടിക്കുമ്പോൾ പറയുന്നത് ചുളിവ് വേണം. നമ്മൾ കുറച്ച് അത്യാവശ്യത്തിലധികം ചുളിവ് വരുത്തിയിട്ടാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുന്നത്. അത് സിമെൻ്റ് ആയതുകൊണ്ടും ഫെവിക്കോൾ ആയതുകൊണ്ടും പേപ്പർ ആയതുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഒട്ടി നിൽക്കും. പക്ഷേ മാക്സിമം നമ്മൾ ഇതേപോലെ ചുളിവ് ഉണ്ടാക്കിയിട്ട് തന്നെ ഒട്ടിച്ച് ചേർക്കാം. അപ്പോൾ ഈ ഒരു ചുളിവ് എന്തിനാണ് ഉണ്ടാക്കണമെന്നുള്ളത് പിന്നീട് മനസ്സിലാവും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല അത്ര വൃത്തിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ചുളിവ് വരുത്തിയിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ 2 പോട്ടിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ബാക്കിൽ കാണുന്നത് പാത്തുമ്മാൻ്റെ ആടൊന്നുമല്ല, എൻ്റെ ഉമ്മാൻ്റെ ആടാണ്. അതാണ് നമ്മളെ വീട്ടിൽ താടിട്ടാ 3 ആടുണ്ട്. 2ഉം നന്നായി കിടിലനായിട്ട് ഉണങ്ങണവരെ നമ്മൾ പുറത്ത് വെക്കണം കേട്ടോ. ഇത് ഉണങ്ങാന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ടിഷ്യൂ പേപ്പറാണ്, ഫെവിക്കോളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി കിടിലനായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക് അക്രിലിക് ആട്ടാ. ഇത് ബ്ലാക്ക് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. എന്നാൽ ഈ ബ്ലാക്ക് അക്രിലിക് നമ്മൾ ഇതേപോലെ അടിച്ചുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ചുളിവ് വരുത്തിയിട്ട് ഒട്ടിച്ചതെന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒരു തരി പോലും ബാക്കിയില്ലാതെ ബ്ലാക്ക് അടിക്കണം. നമ്മളിവിടെ ഉപയോഗിച്ചത് അക്രിലിക് പെയിൻ്റാണ്. അക്രിലിക് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് ഇനാമൽ പെയിൻ്റ് ആയാലും വാട്ടർ കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ അക്രിലിക്കാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഒരു സ്ഥലം പോലും ഒഴിവില്ലാതെ ഇതേപോലെ ബ്ലാക്ക് കളർ അക്രിലിക് അടിച്ചത്. ഇതും ഉണങ്ങാൻ വേണ്ടി വെക്കാൻ വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ അക്രിലിക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ അക്രിലിക് ഉണങ്ങിയതിന് ശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പേൾ കളറാണ്. ഇതൊരു മെറ്റാലിക് കളറാണ്. പേൾ മെറ്റാലിക് കളർ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ തേക്കാണ്. ക്യാമറ ഓണാക്കാതെ വീഡിയോ എടുത്താൽ ആദ്യം തേക്കുന്നത് വീഡിയോയിൽ പെടൂല എന്നുള്ളത് മനസ്സിലായില്ലേ. അങ്ങനെ നമ്മൾ ക്യാമറ ഓണാക്കാത്ത അബദ്ധം മനസ്സിലാക്കി വീണ്ടും ക്യാമറ ഓണാക്കി ഇതേപോലെ ഈ ഒരു മെറ്റാലിക് കളർ തേക്കുമ്പോൾ നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ബ്രഷ് ഉപയോഗിക്കാതെ കൈ കൊണ്ട് തേക്കുന്നതാണ് നമുക്കൊന്നും കൂടെ കംഫേർട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ വൃത്തിയായി തോന്നാറുള്ളത്. ഇതേപോലെ നമ്മൾ വിരൽ കൊണ്ട് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് വിരലിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വെള്ളം കൊണ്ട് കഴുകിയാൽ വരെ പോവും. ഇത് അക്രിലിക് കളറാണ്, മെറ്റാലിക് കളറാണെന്ന് മാത്രമേ ഉള്ളൂ. അത് തേച്ച് പിടിപ്പിക്കാനും സമയം അധികം വേണ്ടി വരില്ല. അതുപോലെ തന്നെ ഉണങ്ങാനും സമയമൊന്നും വേണ്ട. നമ്മൾ താഴ്ഭാഗത്ത് കൂടെ തേച്ച് വരുമ്പോൾ മുകൾ ഭാഗം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അത്രയ്ക്ക് സമയം കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും. കണ്ട, ഇപ്പോൾ ഇത് കാണാൻ ഒരു എന്താ പറയുക, ഒരു കിടിലൻ ലുക്കായിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മൾ അടുത്തെടുക്കുന്നത് മെറ്റാലിക് കോപ്പറാണ്. അങ്ങനെ മെറ്റാലിക് കോപ്പർ നമ്മുടെ ഒരു ഫേവറേറ്റ് കളറാണ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മെറ്റാലിക് കോപ്പർ എടുത്തത്. നമ്മൾ ഈ മെറ്റാലിക് കളർ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചുളിവ് കൊടുത്തതിൻ്റെ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടണമെങ്കിൽ മെറ്റാലിക് കളർ കൊടുക്കണം. അത് മെറ്റാലിക് കളർ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സിൽവർ, ഗോൾഡ്, അങ്ങനെ ഇഷ്ടം പോലെ കളറുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നന്നായിരിക്കും തോന്നിയ 2 കളറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റാലിക് കോപ്പറും നമ്മൾ ഇതേപോലെ വിരലിലാക്കി മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യണില്ലേ, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ പോട്ട് കാണാണ്ടല്ലോ, അടിപൊളിയാണ്, ക്ലാസ്സാണ്. മനസ്സിലാവുന്നില്ല നമ്മളൊരു ബലൂൺ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയതെന്നും അങ്ങനെ ഇതിനകത്തുള്ളതൊരു കാർബോർഡിൻ്റെ കുഴലാണെന്നും താഴെയുള്ളതൊരു ടാപ്പിൻ്റെ ഒരു ഒഴിവാക്കിയ റൗണ്ടാണെന്നൊന്നും മനസ്സിലാവില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്, ക്ലാസ്സാണ്. ഞാൻ തന്നെ വീണ്ടും പറയണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ചെയ്തു നോക്കാം. ഇത് നമ്മൾ ചെയ്ത ഒരു പോട്ട് നമ്മുടെ വീട്ടിൽ വെക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെ ഉണ്ടാവും. അപ്പോൾ
അപ്പോൾ അത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതല്ല. ചെയ്യുമ്പോൾ എല്ലാവരും ഗ്ലൗസ് ഇട്ട് ചെയ്യുക സിമെൻ്റ് ആണെങ്കിൽ. അതെ, കുഞ്ഞൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അവനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.